ഇന്നത്തെ റെസിപ്പി ഇഡ്ഡലി പാത്രത്തിൽ മത്തി അല്ലെങ്കിൽ ചാള എന്നൊക്കെ പറയും. അപ്പോൾ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു അടിപൊളി വിഭവത്തിൻ്റെയാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാനായിട്ട്. ഏത് സമയത്ത് വേണമെങ്കിലും ഉണ്ടാക്കി കഴിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഈ മത്തി വെച്ചിട്ടുള്ള ഏത് മീൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ഉണ്ടാക്കിയെടുക്കാം. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഭവം തയ്യാറാക്കിയിട്ടുള്ളത് നോക്കാം. അപ്പോൾ ഇതുണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും പാകത്തിന് ഉപ്പും പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതി ചെറുനാരങ്ങ നീരും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. ഇനി നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള കുറച്ച് മത്തി എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ഇതുപോലെ വരഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ മിക്സിയിൽ ചേർത്തിട്ട് കയ്യിൽ കുറച്ച് വെള്ളമാക്കിയിട്ട് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുള്ള മീൻ കുറച്ച് സമയം നന്നായിട്ട് മസാലക്കൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം ഫ്രിഡ്ജിൽ വെച്ചിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അരമണിക്കൂറിന് ശേഷം ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ വെച്ചിട്ട് തന്നെ ചെയ്തെടുക്കണം കേട്ടോ, അപ്പോഴാണ് കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് മത്തി ഓരോന്നായിട്ട് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഒരുപാട് മൊരിഞ്ഞു പോകണമെന്നൊന്നുമില്ല, ഒന്ന് ഏകദേശം ഒന്ന് ഫ്രൈ ആയിട്ട് കിട്ടിയാൽ മതിയാവും. ഒരു ഭാഗമായി കഴിഞ്ഞാൽ മറിച്ചിട്ട് കൊടുക്കാം. 2 ഭാഗവും വെന്ത് കിട്ടിയാൽ പാനിൽ നിന്ന് മാറ്റാം. പിന്നെ മസാല തേച്ച് കൊടുക്കുന്ന സമയത്ത് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ 2 ഭാഗവും നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി പാനിൽ നിന്ന് മാറ്റാം. ഇനി ഇതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനിപ്പോൾ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നല്ല വലുപ്പത്തിലുള്ള ഒരു സവാള ചെറുതായിട്ട് കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർത്ത് കൊടുക്കാം. സവാളക്ക് പകരം ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ടേസ്റ്റ്. പിന്നെ ചെറിയ സവാളയാണെങ്കിൽ 2 സവാള എടുത്തിട്ട് ഇതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കുന്ന സമയത്ത് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് കുറച്ച് കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കട്ട് ചെയ്തെടുത്തിട്ടൊന്നുമില്ല, അങ്ങനെ തന്നെയാണ് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുള്ളത്. കൂടെ തന്നെ 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞിട്ട് അതും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പിന്നെ സവാള പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇനി നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനിയൊരു സവാളയൊക്കെ നല്ല സോഫ്റ്റായിട്ട് കിട്ടണം. അപ്പോൾ സവാളയൊക്കെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വന്നാൽ ഇനി ഇതിലേക്ക് ചെറിയൊരു കഷ്ണം തക്കാളി ചേർത്ത് കൊടുക്കാം. വലിയ തക്കാളി ആണെങ്കിൽ പകുതി തന്നെ മതിയാവും. അപ്പോൾ തക്കാളി കൂടെ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ എല്ലാം കൂടെ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കുഴഞ്ഞ് കിട്ടണം. അതുവരെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കാം. ഒരു ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ ചെയ്തെടുക്കാം. എണ്ണ കുറവുണ്ടെങ്കിൽ പാകത്തിന് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് മിക്സ് ആക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ സവാളയും തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് കുഴഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3/4 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കട്ടിയായിട്ടുള്ള പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ചെറിയൊരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി വെള്ളത്തിലിട്ടിട്ട് നല്ല കട്ടിയായിട്ടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ഇതിലേക്ക് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലയും 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നന്നായിട്ട് കിട്ടണം. ഈ ഒരു കായം നല്ല കുഴഞ്ഞിട്ടുണ്ടാവണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഒരു വാഴയില എടുത്തിട്ട് അതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല ആദ്യം ഇതുപോലെ നിരത്തി ഫില്ല് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അതിന് മുകളിലേക്കായിട്ട് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള മീനും കൂടെ വെച്ച് കൊടുക്കാം. ഇതുപോലെ പരത്തിയിട്ട് തന്നെ നിരത്തി വെച്ച് കൊടുക്കാം. ഇനി ഇതിന് മുകളിലേക്കായിട്ട് ബാക്കി വന്നിട്ടുള്ള മസാല കൂടെ ചേർത്തിട്ട് ഒന്ന് ഫില്ല് ചെയ്തെടുക്കാം. മസാലയൊക്കെ നന്നായിട്ട് മീനിനെ കവർ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ ഇനി വാഴയില വെച്ചിട്ടൊന്ന് മടക്കിയിട്ട് നമ്മളിനി ഇത് ആവിയിലാണ് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇഡ്ഡലി ചെമ്പിലാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഇഡ്ഡലി പാത്രത്തിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. സ്റ്റീമറിൽ വെച്ചിട്ടും ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി ഇഡ്ഡലി പാത്രം അടച്ച് വെച്ച് ഒരു 10 മിനിറ്റ് ഒന്ന് ആവി കയറ്റിയെടുക്കാം. നല്ല ടേസ്റ്റാണിത്. ആ ഒരു ആവിയിൽ കിടന്നിട്ടും കൂടെ ആ ഒരു മസാലയ്ക്ക് ആ മീനിൽ പിടിക്കുകയും ചെയ്യും. കുറച്ച് സമയം ആവിയിൽ കിടന്നിട്ട് വെന്ത് കിട്ടുമ്പോൾ അടിപൊളി ടേസ്റ്റാണിത് കഴിക്കാനായിട്ട്. നല്ല ജ്യൂസി ആയിട്ടുണ്ടാവും. ഇതിങ്ങനെ ഒറ്റയ്ക്ക് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അതുപോലെ തന്നെ ഇനി ചോറിൻ്റെ കൂടെ ആയാലും ചപ്പാത്തി ദോശയുടെ കൂടെ ഒക്കെ അടിപൊളി ടേസ്റ്റാണ്. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഏത് മീൻ വെച്ചിട്ടും ഇതേ രീതിയിൽ ചെയ്തെടുക്കാം. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാം. ഫ്രണ്ട്സ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നല്ല അടിപൊളി വീഡിയോയുമായി വീണ്ടും വരാം. അതുവരെ ടേക്ക് കെയർ. ബൈ. താങ്ക് യു.